ആണവ പദ്ധതികളുടെ പേരിൽ ഇറാനുമേൽ ഐക്യരാഷ്ട്രസഭ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ലോകശക്തികൾ 2015 ഒപ്പുവെച്ച സുപ്രധാനമായ ഇറാൻ ആണവ കരാർ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉപരോധം പുനരാരംഭിച്ചത്. ആണവ ബോംബ് വികസിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ ഈ കരാറിൽ നിന്നുള്ള വ്യതിചലനമാണ് വീണ്ടും ഉപരോധത്തിന് വഴി തെളിയിച്ചത്. ഈ നീക്കം പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാണ്. ഉപരോധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനത്തിന് ഇറാൻ കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. ഉപരോധം ആകാശം ഇടിഞ്ഞു വീഴൽ അല്ല എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകി. വിദേശ സമ്മർദ്ദങ്ങളെ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ തങ്ങളുടെ സമാധാനപരമായ ആണവ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് ഇറാന്റെ ആണവോർജ പദ്ധതികളുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമിയെയും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. പുനരാരംഭിച്ച ഉപരോധങ്ങളുടെ കാതൽ സ്നാപ്പ് ബാക്ക് മെക്കാസിനാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഈ നിർണായക നടപടി പ്രഖ്യാപിച്ചത്. 2015 JCPOA കരാർ രൂപകൽപ്പന ചെയ്തപ്പോൾ തന്നെ ഉൾപ്പെടുത്തിയ ഒരു വ്യവസ്ഥയാണ് സ്നാപ്പ് ബാക്ക്. കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ ലംഘിച്ചെന്ന് ഏതെങ്കിലും പങ്കാളി രാജ്യം ആരോപിച്ചാൽ UN സുരക്ഷാ കൗൺസിലിൽ പുതിയ പ്രമേയം അവതരിപ്പിക്കുകയോ വോട്ട് ചെയ്യുകയോ ഇല്ലാതെ തന്നെ മുൻപ് എടുത്തു കളഞ്ഞ എല്ലാ UN ഉപരോധങ്ങളും സ്വയം വീണ്ടും നിലവിൽ വരും എന്നതാണ് ഇതിന്റെ പ്രത്യേകത.